അപ്പം 8 ആങ്ങളമാരില്ലായിരുന്നോ? എന്ത് ചെയ്യായിരുന്നു ആ അവരൊക്കെ? 6 ഏട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്ക് അവരൊന്നും ഞാൻ അവരെയൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു ഏരിയകളിലേക്കുള്ളൊരു നാടാണ്. അപ്പം അപ്പളും അവർ റിയ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ. 6 ഏട്ടന്മാരുണ്ട്. ഉം. റിയ ഈ ഒരു ട്രാൻസ്ഫോമിലോട്ട് മാറിയ സമയത്ത് ആ. ആ കുടുംബക്കാർക്ക് ഒരു അപമാനമായിരുന്നു റിയ. തീർച്ചയായിട്ടും. അപമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏട്ടന്മാർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെറുതെ വിളിച്ച് പേര് വിളിച്ചിട്ട് അവനിപ്പം പെണ്ണായില്ലേ? അവനിപ്പോൾ എവിടെ? അറിയാം. എങ്കിലും ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവരൊരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും? അയ്യോ! ഞാൻ അവരുടെ അവർക്ക് എന്തിനാണ് ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി നീ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചൂടെ? എന്ന് ചോദിക്കുന്നതാണ്. ഇതൊന്നും ഞാൻ അവരെ ഒരിക്കലും, കാരണം ഞാൻ ആൺകുട്ടി എന്നുള്ള രൂപത്തിൽ നടക്കുന്ന സമയത്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് ഒരു കുറവും വരുത്താത്ത എൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്നുകൊണ്ടായിരിക്കും എൻ്റെ കാഴ്ചപ്പാട് പറയുന്നു. ഞാൻ ഇത്രയധികം ഈ പറയുന്ന ആക്സെപ്റ്റൻസ് ജനങ്ങൾ ഇന്ന് എനിക്ക് തരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഞാൻ കാണിച്ചത് ആ ഫാമിലിയിൽ വളർന്നത് കൊണ്ടായിരിക്കാം.